നാവികസേന ദിനാഘോഷം ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന ഇന്ത്യൻ നാവികസേന ദിനാഘോഷത്തിന്റെ ശക്തി പ്രകടനത്തിന് മുന്നോടിയായി നഗരത്തിൽ ഇന്ന് 12 മണി മുതൽ പ്രത്യേക ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ശംഖുമുഖത്ത് ഇന്ന് നടക്കുന്ന നേവൽ ഡേ ഓപ്പറേഷൻ ഡെമോ കാണാൻ വലിയ തോതിൽ ജനങ്ങൾ എത്തുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് മുതൽ യാത്രാ മാർഗങ്ങൾക്ക് വരെ കർശന നിയന്ത്രണങ്ങൾ പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശംഖുമുഖത്തേക്കും വെട്ടുകാട് ഭാഗത്തേക്കും ചാക്ക, കല്ലുമൂട്, സ്റ്റേഷൻ കടവ്, വലിയതുറ, കുമരിച്ചന്ത, മാധവപുരം എന്നിവിടങ്ങളിൽ നിന്ന് പാസ് ലഭിച്ച വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ. പാസ് പരിശോധിച്ച ശേഷം പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നീക്കം ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേവൽ ഡേ ഓപ്പറേഷൻ ഡെമോ കാണാൻ എത്തുന്നവർ കുടയും സ്റ്റീൽ കുപ്പിയും കയ്യിൽ കരുതണം. ശംഖുമുഖത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ള സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ഫില്ലിംഗ് പോയിന്റുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് കുപ്പികളിൽ വെള്ളം നിറയ്ക്കാം. ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഒഴിവാക്കി സ്റ്റീൽ കുപ്പികൾ മാത്രം ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും ഭരണകൂടം നൽകിയിട്ടുണ്ട്. വലിയ ബാഗുകളും സ്യൂട്ട് കേസുകളും ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇന്ന് വൈകുന്നേരം 4:30 ശംഖുമുഖം തീരത്ത് നടക്കുന്ന പ്രധാന ചടങ്ങ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര അലേഖ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേന തുടങ്ങിയവർ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ആദ്യമായാണ് ദേശീയ നാവിക ദിന പരിപാടിക്ക് ആതിഥേയത്വം ഒരുക്കുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച വമ്പൻ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഉൾപ്പെടെ ശക്തി പ്രകടന ടീമിനെ നയിക്കും. ആകെ 19 കപ്പലുകളും ഒരു അന്തർവാഹിനിയും 32 യുദ്ധവിമാനങ്ങളും പങ്കെടുക്കുമെന്ന് വൈസ് അഡ്മിറൽ സമീർ സക്സേന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുജനങ്ങൾക്കായി വെട്ടുകാട് തീരത്ത് പ്രത്യേകമായി പ്രകടനം കാണുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സൈനികാഭ്യാസ പ്രകടനത്തോടൊപ്പം സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ ജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ പൊതുജനങ്ങൾ നിയമങ്ങൾ പാലിച്ച് നേരത്തെ എത്തി സുരക്ഷിതമായി പരിപാടി ആസ്വദിക്കുക. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.